അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, മയ്യിസി സ്വഹീഹ ബി അലാമത്തിൻ. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനും 3 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം, അഖ്സാമുൽ ബദലി, ബദലിൻ്റെ ഇനങ്ങൾ എത്ര എന്നാണ് ചോദിക്കുന്നത്. ഹംസത്തുൻ, അർബഅത്തുൻ, സലാസത്തുൻ. അപ്പോൾ അർബഅത്തുൻ എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് മിനൽ മഗാരിഫി, മഗാരിഫയിൽ പെട്ടതാണ്. ഏതാണ്? അത്തവാബിഉ, അൽ മൗസൂലു, അത്തൗക്കീദു. അപ്പോൾ അൽ മൗസൂലു എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് ലാ യബ്ദഉ നുത്ഖു, സംസാരം ആരംഭിക്കുകയില്ല. ബിൽ അലമി ബി വമീരിൻ മുൻഫസിലി ബി വമീരിൻ മുത്തസിലി. അപ്പോൾ മുത്തസിലായിട്ടുള്ള ലമീർ കൊണ്ട് സംസാരം ആരംഭിക്കുകയില്ല. അപ്പോൾ ബി വമീരിൻ മുത്തസിലിൻ എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത് ലാ യജുറു ഇല്ല ലി ലഫ്ളില്ലാഹു, ലാ യജുറു ഇല്ല ലി ലഫ്ളില്ലാഹു, അൽ കാഫു, അൽ ഹാഉ, അത്താഉ. ഏതാണ് യോജിച്ചത്? താ എന്നുള്ളതാണ്, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ അള്ളാഹു എന്ന ലഫ്ലിനല്ലാതെ ജറ് ചെയ്യുകയില്ല. അപ്പോൾ അതേതാണ്? താ എന്നുള്ളതാണ് ശരി. ലാ യജുറു ഇല്ലാ ലി ലഫ്ലില്ലാഹി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു എന്ന ലഫ്ലിനല്ലാതെ ജറ് ചെയ്യുകയില്ല. അപ്പോൾ അതിനോട് യോജിച്ചത് താ എന്നുള്ളതാണ്, അത് ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് താബിഅ. അപ്പോൾ ഈ താബിഅ എത്ര എണ്ണമുണ്ടെന്നാണ്. തിസ്അത്തുൻ, ഹംസത്തുൻ, റമാനിയത്തുൻ. ഏതാണ് ശരി? ഹംസത്തുൻ എന്നുള്ളതാണ്, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ആറാമത്തത് മുഖ്തസുൻ ബിൽ അഫ്ആലി, ഫിഅൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതാണ്. റഫ്അ, ജസ്മ്, നസ്ബ്. അപ്പോൾ ഏതാണ് ഫിഅൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടത്? ജസ്മ് എന്നുള്ളതാണ് ശരി, അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം സിൽ ബിൽ മുനാസിബി എന്നുള്ളതാണ്. അവിടെയും 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ശരിയായത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തത് ലിൽ ഇഷാറത്തി ഇലൽ ബഈദി, എന്താണ്? വിദൂരത്തുള്ള ഒന്നിനെ സൂചിപ്പിക്കാനുള്ളതാണ്. സമിഅ എന്നുള്ളതാണോ അല്ലെങ്കിൽ ബദലാണോ? നൗആനി, മഗ്രിഫ, ഇബ്രാഹിമു, ഉലായിക്ക. ഏതാണ് ശരി? ഉലായിക്ക എന്നുള്ളതാണ്. അപ്പോൾ ഉലായിക്ക എന്നുള്ളതാണ് വിദൂരത്തുള്ള ഒന്നിനെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അവിടെ ഉലായിക്ക എന്ന് എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തത് അലമു ഷഹുസിൻ, എന്താണ്? ഒരു വ്യക്തിയുടെ പേര്. അപ്പോൾ അതിലേതാണ് ആ ബോക്സിലുള്ളത്? ഇബ്രാഹിമു എന്നുള്ളതാണ്. അപ്പോൾ ഇബ്രാഹിമു എന്നുള്ളത് എടുത്തെഴുതുക. മൂന്നാമത്തത് സിത്തത്തു അൻവാഇ, 6 ഇനങ്ങളാകുന്നു. ഏതാണ് അതിൽ 6 ഇനങ്ങളുള്ളത്? മഗ്രിഫയാണ്. അപ്പോൾ മൂന്നാമത്തതിന് നേരെ മഗ്രിഫ എന്ന് ബ്രാക്കറ്റിൽ ആ ഒരു ബോക്സിൽ നിന്നും എടുത്തെഴുതി കൊടുക്കുക. നാലാമത്തത് തൗക്കീദു തൗക്കീദു. അപ്പോൾ തൗക്കീദ് എത്ര ഇനമാണെന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോക്സിലുള്ളതിൽ ഏതാണ്? നൗആനി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നൗആനി എന്ന് എഴുതി കൊടുക്കുക. 2 ഇനമാണ്. ഇനി അഞ്ചാമത്തത് മിമ്മ യത്ബഉൽ മത്ബൂഅ, മത്ബൂഇനെ പിൻപറ്റും. എന്താണ് മത്ബൂഇനെ പിൻപറ്റുന്നത്? അൽ ബദലു. അപ്പോൾ ആ ഒരു ബോക്സിൽ നിന്നും ബദൽ എന്നുള്ളത് അഞ്ചാമത്തതിന് നേരെ എഴുതി കൊടുക്കുക. ആറാമത്തത് ഫിഅലു മുതഅദ്ദി, മുതഅദ്ദി ആയിട്ടുള്ള ഒരു ഫിഅലിൻ്റെ ഒരു ഉദാഹരണം ഇതിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ബോക്സിൽ ഏതാണ്? സമിഅ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സമിഅ എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് റത്തിബിൽ കലിമാത്തിയാണ്. അതെന്താക്കണം? ഡിസോർഡറിലാണ് അവിടെ നൽകിയിട്ടുള്ളത്, അത് ഓർഡറിൽ എഴുതണം. ഒന്നാമത്തത് അൻ യനൂബു ഫാഇലിൻ മഫ്ഊലു ബിഹി. അപ്പോൾ അത് റെഡിയാക്കി ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? യനൂബു മഫ്ഊലും ബിഹി അൻ ഫാഇലിൻ എന്ന് വരും. രണ്ടാമത്തത് ഹുവ ബി അൽ വൽ മുഅറഫു അൽ മആരിഫു അൻവാഇ മിൻ ഖാമിസു. അപ്പോൾ അത് ഓർഡറിൽ എഴുതുമ്പോൾ വൽ മഗ്രിഫു ബി അൽ ഹുവൽ ഖാമിസു മിൻ അൻവാഇൽ മഗാരിഫി എന്ന് വരും. നാലാമത്തത് കമ്മിൽ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ്? അലാമത്തുൽ ഫിഅലിൽ മുഅദ്ദ അൻ തസിൽ ഹായിറു മസ്ദരിൻ ബിഹി നഹ്വു അമില. രണ്ടാമത്തത് നഅ്താനി
തൗക്കീദാനി കുല്ലു ബദലിൻ അത്ഫാനി ഫിൽ ഇഗ്റാബി മിസ്ലുൽ അവ്വലി. അപ്പോൾ ഓരോ ബൈത്തുകൾ ഉണ്ടെങ്കിൽ അത് പഠിച്ചു പോവുക. ഇതുപോലെ പൂർത്തിയാക്കാൻ വരും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ഇക്തഷിഫി ഷാദ, ഒറ്റപ്പെട്ടതിനെ വെളിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഹുവ ഇയാഹു അല്ലതി. അപ്പം ഇതിൽ തെറ്റായത് ഏതാണ്? അല്ലതി എന്നുള്ളതാണ്. കാരണം അല്ലതി എന്നുള്ളത് മൗസൂലയാണ്, ബാക്കിയുള്ളതൊക്കെ ഏതാണ്? ലമീറാണ്. ഇനി രണ്ടാമത്തെ ദി ത ഹിയ. അപ്പോൾ ഇതിൽ പെടാത്തത് ഏതാണ്? ഹിയ എന്നുള്ളതാണ്. കാരണം ബാക്കിയൊക്കെ ലമീറിൻ്റെ ഇനങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അപ്പം ഹിയ ആണ് അതിൽ പെടാത്തത്, അതിന് ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് യൻസുറു യുഫഅലു യക്തുബു. അപ്പോൾ അതിൽ പെടാത്തത് യുഫഅലു എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം മഅറൂഫാണ്, യുഫഅലു എന്നുള്ളത് മജ്ഹൂലാണ്. നാലാമത്തത് ഖല ഹാദ ഹാഷ. ഖല ഹാദ ഹാഷ. അപ്പോൾ അതിൽ പെടാത്തത് ഏതാണ്? ഹാദ എന്നുള്ളതാണ്. കാരണം ജറിൻ്റെ ഇസ്മുകളാണ് ബാക്കി രണ്ടെണ്ണം ഉള്ളത്. ഖലയും ഹാഷയും ജറിൻ്റെ ഇസ്മുകളാണ്. അപ്പോൾ അവിടെ ഹാദ എന്നുള്ളതാണ് അതിൽ പെടാത്തത്, അതിന് ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് അൽ ബദലു അലമു മൗസൂല. അപ്പോൾ ബദലു എന്നുള്ളതാണ് അതിൽ പെടാത്തത്. കാരണം മഅരിഫയിൽ പെട്ടതാണ് ഈ രണ്ടെണ്ണം. പക്ഷേ ബദലു എന്നുള്ളത് എന്താണ്? താബികളിൽ പെട്ടതാണ്. ഇനി ആറാമത്തെ പ്രവർത്തനം തർജിം എന്നുള്ളതാണ്. അപ്പോൾ ഇഖ്തബത്തി സാഅത്തു വൻഷഖൽ ഖമറു. അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? ആ സമയം അടുത്ത ചന്ദ്രൻ പിളരുകയും ചെയ്തു. ആ സമയം അടുത്ത ചന്ദ്രൻ പിളരുകയും ചെയ്തു. ഇനി രണ്ടാമത്തത് റഫ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാം ആ ഭവനത്തിൻ്റെ അഥവാ കഅബ അടിത്തറ കെട്ടി ഉയർത്തി. ഇനി ഏഴാമത്തത് ഇൽബിത് ബിൽ അഷ്കാലി എന്നുള്ളതാണ്. താഴെ 3 സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. അതിനൊക്കെ ഹർക്കത്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് ഹർക്കത്ത് കൊടുത്തതാണ് അവിടെ കാണിക്കുന്നത്. വ ബാബു ദാലിക്കൽ ബൈത്തി മുത്തഹദുൻ ബിദ്ഹബി എന്ന് വരും. രണ്ടാമത്തത് വലാ യുബ്ന മിനൽ അഫ്ആലി ലാസിമത്തി മജ്ഹൂലുൻ വസ്മു മഫ്ഊലിൻ എന്ന് വരും. മൂന്നാമത്തത് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതഅ ഇലൈഹി സബീല എന്ന് വരും. ഇനി എട്ടാമത്തത് അജിബ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അൽ മബ്നിയു മാ ഹുവ. മബ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരിക? മാലാ യതഗയ്യറു ആഖിറുഹു ബിത്തഗയ്യുരിൽ അവാമിൽ. ആമിലുകൾ മാറുമ്പോൾ അവസാനത്തിൽ മാറ്റം സംഭവിക്കാത്തതിനാണ് മബ്നി എന്ന് പറയുക. രണ്ടാമത്തത് കൈഫ യുജഅലുൽ ഫിഅലു സുലാസിയു മുതഅദ്ദിയൻ. എന്താണ് ചോദ്യം? എങ്ങനെയാണ് സുലാസിയായിട്ടുള്ള ഫിഅലിനെ മുതഅദ്ദിയാക്കി മാറ്റുക? ഉത്തരം ബി തൽഗീഫിൻ ഐനിൽ ഫിഅലി സുലാസി ഔ ഇദ്ഖാലിൽ ഹംസത്തി അലൈഹി ഔ ബി ഹുറൂഫിൽ ജരി. അർത്ഥം എന്താണ്? ഒന്നിരിക്കെ ഐൻ ഫിഅലിനെ ഇരട്ടിപ്പിക്കലാണ് സുലാസി ആയിട്ടുള്ള ഫിഅലിൻ്റെ. അപ്പോൾ സുലാസി ആയിട്ടുള്ള ഫിഅലിൻ്റെ ഐൻ ഫിഅൽ ഇരട്ടിപ്പിക്കലാണ്. അല്ലെങ്കിലോ ഹംസ പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ ജറിൻ്റെ ഹർഫ് പ്രവേശിപ്പിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു രൂപത്തിലാണ് എന്താക്കാൻ കഴിയുക? സുലാസിയായിട്ടുള്ള ഫേലിനെ മുത്തഅദ്ദിയാക്കാൻ കഴിയുക. ഒന്നിരിക്കെ എന്താക്കുക? സുലാസിയായിട്ടുള്ള ഫേലിൻ്റെ ഐൻ ഫീലിനെ ഇരട്ടിപ്പിക്കുക, അല്ലെങ്കിൽ അംസയോ ജറിൻ്റെ ഹർഫോ പ്രവേശിപ്പിച്ചു കൊടുക്കുക. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് യുലാഫു അൽഫാദു തൗക്കീദി ഇലാമ. തൗക്കീദിൻ്റെ ലഫ്ളുകളെ ഇലാഫത്ത് ചെയ്യുന്നത് എന്തിലേക്കെല്ലാമാണ്? തൗക്കീദിൻ്റെ ലഫ്ളുകളെ ഇലാഫത്ത് ചെയ്യുന്നത് എന്തിലേക്കെല്ലാമാണ്? അതാണ് ചോദ്യം. ഉത്തരം ഇലാ വമീരിൻ മുതാബിഖിൻ ലിൽ മത്ബൂഇ ഫി തദ്കീരി വ തഅനീസി വ ഫിൽ ഇഫ്റാദി വ തസ്നിയത്തി വൽ ജമഇ. എന്താണ് അതിൻ്റെ ഉത്തരം? ജമ്മാവട്ടെ, തസ്നിയാവട്ടെ, മുഫ്രദാവട്ടെ, അതുപോലെ സ്ത്രീയെ സൂചിപ്പിക്കുന്ന തഅക്കീദാവട്ടെ, തഅനീസാവട്ടെ, സ്ത്രീയെ സൂചിപ്പിക്കുന്ന തഅനീസാവട്ടെ, മുദക്കറാവട്ടെ, അതിനെ തുടർന്ന് വരുന്ന ലമീറിലേക്കാണ് ഇലാഫത്ത് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ സൂചിപ്പിക്കുന്ന ലമീറുകളിലേക്കാണ് എന്ത് ചെയ്യുക? ഇലാഫത്ത് ചെയ്യുക. ഇനി നാലാമത്തെ ചോദ്യം
ഇൻ ജാഅത്തിൽ ഹാലു ബി ലഫുദിൽ മഗ്രിഫത്തി ഫമാദാ യജീബു. എന്താണ് ഹാല് മാരിഫയായി വന്നാൽ എന്താണ് നിർബന്ധമായി ചെയ്യേണ്ടത്? അപ്പോൾ ഹാല് മാരിഫയായിട്ട് വന്നാൽ എന്താണ് നിർബന്ധമായി ചെയ്യേണ്ടത്? ഉത്തരം യജിബു തഅ്വീലുഹ ബി നെക്കിറത്തിൻ, അതിനെ നെക്കിറയായി തഅ്വീൽ ചെയ്യണം. ഇനി 9ാമത്തത് ഉക്തുബുൽ മാന എന്നുള്ളതാണ്. മക്കസ എന്നുള്ളതിൻ്റെ അർത്ഥം താമസിച്ചു. അതുപോലെ വാസ്വിത്തത്തുൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഇടയാളൻ. ദുആ നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.